Hello everyone, Nishad Ahmed from Brett's English. How are you today? I hope everyone is good. And today, part number 2, word partners. ഒരു വേർഡിൻ്റെ കൂടെ വരുന്ന പാർട്ട്നേഴ്സ് രണ്ടാമത്തെ പാർട്ടാണത്. നേരത്തെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ പോവുക കാണുക ആൻഡ് ദിസ് വിൽ ബി യൂസ്ഫുൾ. ഒരു ഇൻ്റർമീഡിയറ്റ് ഒരു ബേസിക് ഇൻ്റർമീഡിയറ്റ് ലെവലിലെ ആളുകൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ സീരീസ് ആണത്. നമ്മളെല്ലാം പഠിക്കുന്നത് ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ് ആക്ഷനുമായി ലിങ്ക് ചെയ്തിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണുമ്പോൾ കൈ ഫ്രീ ആക്കിയിട്ട് ഞാൻ കാണിക്കുന്നവരെ കാണിക്കണം. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ അറ്റാണ് നമ്മൾ പഠിച്ചത്. എവിടെയാണ് നമ്മൾ ആരൊക്കെയാണ് അറ്റിൻ്റെ കൂടെ വരുന്ന ആളുകൾ നമ്മൾ പഠിച്ചു. ഗുഡ് അറ്റ്, ബാഡ് അറ്റ്, എക്സലൻ്റ് അറ്റ്, സ്കിൽഡ് അറ്റ് ഒക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് നമ്മൾ പഠിച്ചായിരുന്നു. ആൻഡ് ദിസ് പാർട്ട് ഇസ് ഓൾ ബൗട്ട് എന്നുള്ള വേർഡ് ആരെ കൂടെ വരുന്നു അല്ലെങ്കിൽ ഇത് ചെയ്ത് വരുന്ന ഫ്രേസുകൾ ഏതൊക്കെയാണ് അതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ കാണുമ്പോൾ കൈ ഫ്രീ ആക്കിയിട്ട് ഞാൻ കാണിക്കുന്നവരെ കാണിക്കണം. റെഡി? സോ അബൌട്ട്. സോ ഫസ്റ്റ് വൺ, happy about, sad about, worried about. Once again, happy about, sad about, worried about, confused about, doubtful about, lazy about, passionate about, crazy about, angry about, finally serious about. ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അറിയായിരിക്കും സ്വാഭാവികമായിട്ടും. ഹാപ്പി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിങ്ങൾ പറയും എന്താ ഹാപ്പി എന്ന് പറഞ്ഞ അർത്ഥം? നിങ്ങളുടെ മനസ്സിൽ വന്നത് സന്തോഷമെന്നാണോ? അങ്ങനെയാണെങ്കിൽ അത് തെറ്റാണ്. ഹാപ്പി എന്ന് പറഞ്ഞാൽ സന്തോഷം ഉള്ള എന്നർത്ഥം. നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം തന്നെ സ്റ്റേറ്റുകളാണ്, അവസ്ഥകളാണ്. എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉള്ള, ആയ എന്നർത്ഥം വരുന്ന വാക്കുകളാണ്. അപ്പോൾ ഹാപ്പി എന്ന് പറഞ്ഞാൽ സന്തോഷം എന്നല്ല, സന്തോഷമുള്ള എന്നുള്ളതാണ്. ആസ് എ ടീച്ചർ ട്രെയിനർ കേരളത്തിൽ പല സ്കൂളിൽ പോയിട്ടും ഹാപ്പീൻ്റെ അർത്ഥം ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നൊരു ഒരു അർത്ഥമാണ് സന്തോഷം, ആനന്ദം, ആഹ്ലാദം. ഇതാണ് അർത്ഥം പറയാറ്. ബട്ട് ആക്ച്വലി ഇറ്റ്സ് എ മിസ്റ്റേക്ക്. ഹാപ്പി എന്ന് പറഞ്ഞാൽ സന്തോഷം ഉള്ള എന്നുള്ളതാണ്, അല്ലെങ്കിൽ സന്തോഷത്തിലായ. ഫോർ എക്സാമ്പിൾ ഹാപ്പി ലൈഫ്. സോ ഹാപ്പി മോർണിംഗ്. സോ ഹാപ്പി ഇൻസിഡൻറ്റ്. ഹാപ്പി എന്ന് പറഞ്ഞാൽ സന്തോഷം ഉള്ള എന്നർത്ഥം. ഹാപ്പിനെസ് ആണ് സന്തോഷം. അപ്പോൾ ഹാപ്പി എന്ന് പറഞ്ഞാൽ സന്തോഷമുള്ള, സാഡ് ദുഃഖമുള്ള, worried ദുഃഖമുള്ള, രണ്ടിൻ്റെ അർത്ഥം ഒന്ന് തന്നെയാണ്. ഓൾറൈറ്റ്? സോ ഹാപ്പി അബൌട്ട്, സാഡ് അബൌട്ട് ആൻഡ് worried അബൌട്ട്, കൺഫ്യൂസ്ഡ് അബൌട്ട് ആശയക്കുഴപ്പത്തിലായ, ആൻഡ് ഡൗട്ട്ഫുൾ അബൌട്ട് അതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ സംശയമുള്ള, ആൻഡ് ലേസി അബൌട്ട് മടിയുള്ള, പാഷനറ്റ് അബൌട്ട് ഒടുക്കത്തെ ആഗ്രഹമുള്ള. പാഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി പോസിറ്റീവ് വൺ. വളരെ ഭയങ്കര ആവേശമുള്ളതെന്നൊക്കെ പറയില്ല. എങ്കിൽ ഒരാളെ പാഷൻ എന്താണെന്നൊക്കെ നമ്മൾ പലരും ചോദിക്കാറുണ്ട് അല്ലേ? പാഷൻ എന്താണ്? സോ അതാണ് പാഷനറ്റ് അബൌട്ട്. പാഷനറ്റ് ആണ്, പാഷനേറ്റ് അല്ല, പാഷനറ്റ്. പാഷൻ നമ്മൾ പറയുമെങ്കിൽ പോലും പാഷനറ്റ് അബൌട്ട്, ആൻഡ് ആംഗ്രി അബൌട്ട്, ആൻഡ് സീരിയസ് അബൌട്ട്. Alright, so let's put them in examples so it will be useful or it will be helpful for you to understand things. Alright, so once again, first one, I'm happy about this class. I'm happy about this session. I'm happy about this video. Alright, ഈ വീഡിയോ കണ്ടിട്ട് സന്തോഷം തോന്നുന്നു. I'm happy about this video. I'm sad about your English. I'm sad about your English. I'm worried about my English vocabulary because it's not that good. So I need to build up, I need to broaden my vocabulary. So I'm worried about my vocabulary. I'm worried about. Confused about. I'm confused about English grammar. And here we won't make you confused at all, alright? So I'm confused about English grammar. I'm doubtful about my skills. I'm doubtful about it. ഒരു കാര്യം സംശയം എന്ന് പറയുമ്പോൾ I'm doubtful. For example, I'm doubtful about this topic. I'm doubtful about his arrival. പുള്ളി വരുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. I'm doubtful about. I'm lazy about brushing and bathing. കുളിക്കാനും പല്ലേക്കാനൊക്കെ മടിയാണ്. lazy about എന്ന് പറയാം. For example, I'm lazy about getting up in the morning. രാവിലെ എണീക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ്. lazy about. And passionate about. For example, I'm passionate about teaching English. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആക്ഷൻ വരുന്നെങ്കിൽ ഈ അബൌട്ടിന് ശേഷം ഒരു ആക്ഷനാണ് വരുന്നെങ്കിൽ നിർബന്ധമായിട്ടും ഒരു ing വെച്ച് കൊടുക്കണം. For example, I'm happy about traveling. I'm sad about learning mathematics. I'm worried about taking exams. And I'm doubtful about learning English grammar. I'm doubtful about his coming. So ing is important. It's must ആണ്. ഈ ഇന്ന്, അറ്റ്, ഓണ് തുടങ്ങിയ ചെറുകിട വാക്കുകളൊക്കെ ഉണ്ടല്ലോ. ഇന്ന്, ഓണ്, അറ്റ്, ഓഫ്, ബൈ, ഫ്രം, ഫോർ. After these
ടൈനി വേർഡ്സ് ing. ഒരു ആക്ഷൻ ആണെങ്കിൽ നിർബന്ധമായിട്ട് ing വെക്കണം. ആക്ഷൻ എന്ന് വെച്ചാൽ ഒരു കാര്യം ചെയ്യുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഗോ, കം, ടേക്ക്, ഇങ്ങനത്തെ എന്ത് ആക്ഷൻ ആണെങ്കിൽ നിർബന്ധമായിട്ട് ing വേണം. അപ്പോൾ ഈ അബൌട്ട് സീരീസിൽ എല്ലായിടത്തും ing വെച്ച് നോക്കുക ആക്ഷൻ ആണെങ്കിൽ. ഓൾറൈറ്റ്. ആൻഡ് ഐ എം ലേസി അബൌട്ട് ബ്രഷിങ്. ബ്രഷിങ് എനിക്ക് ഭയങ്കര മടിയാണ്. ഓൾറൈറ്റ്. ആൻഡ് ഐ എം പാഷനറ്റ് അബൌട്ട് ടീച്ചിങ് ഇംഗ്ലീഷ്. I'm serious about, sorry, I'm angry about the price of the പെട്രോളിൻ്റെ വില കേട്ട് എനിക്ക് ഭയങ്കര അക്കാര്യത്തിൽ എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. ഐ എം ആംഗ്രി അബൌട്ട് യുവർ ഡിസിഷൻ. ഈ ആംഗ്രി അബൌട്ട് എന്ന് പറയുന്നത് ശ്രദ്ധിക്കുന്ന കാര്യം, ആംഗ്രി അബൌട്ട് എന്ന് പറയുന്നത് എപ്പോഴും കാരണമാണ്. എന്ത് കാര്യത്തിൽ ഞങ്ങൾ ദേഷ്യം പിടിച്ചിരിക്കുന്നത് അത് നിങ്ങൾക്ക് പറയാം. ഐ എം ആംഗ്രി അബൌട്ട്. ഫോർ എക്സാമ്പിൾ, ഐ എം ആംഗ്രി അബൌട്ട് ഹിസ് behavior, or I'm angry about the power failure, the power cut. എന്ത് കാരണമാണോ നിങ്ങൾ ദേഷ്യം പിടിപ്പിച്ചിരിക്കുന്നത്, യു ക്യാൻ സേ ഐ എം ആംഗ്രി അബൌട്ട്. അപ്പോൾ നിങ്ങൾ ആളുകളോട് ദേഷ്യം ഉണ്ടെന്ന് പറയുമ്പോഴേക്കും ആംഗ്രി വിത്ത് എന്നാണ് പറയാം. ആംഗ്രി വിത്ത് ശ്രദ്ധിക്കണം. ആംഗ്രി അബൌട്ട് ഇറ്റ്സ് ഓൾ അബൌട്ട് റീസൺ, ആൻഡ് ആംഗ്രി വിത്ത് ഇറ്റ്സ് ഓൾ അബൌട്ട് പീപ്പിൾ. ഓൾറൈറ്റ്. ആംഗ്രി വിത്ത്, ആംഗ്രി അബൌട്ട്, ആൻഡ് ഫൈനലി സീരിയസ് അബൌട്ട്. ഐ ആം സീരിയസ് അബൌട്ട് ടീച്ചിങ് ഇംഗ്ലീഷ്. I'm serious about learning English. അപ്പോൾ ഒരു കാര്യം സീരിയസ് എന്ന് പറയണമെങ്കിൽ you can say I'm serious about. Alright? Okay, anyway, so I'll write them on the board and with examples so that it will be helping you. Alright? So look at the board. I'm happy about traveling. I'm happy about traveling. I'm sad about your English. I'm sad about your English. ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. I'm sad about your English. തമാശ പറഞ്ഞ കേട്ടോ. And I'm worried about my future. എൻ്റെ ഭാവിയെക്കുറിച്ച് എനിക്കാകെ ഒരു ഉത്കണ്ഠയുണ്ട്, വിഷമമുണ്ട്. Sad and worried, both the same. Alright? And worried about. And I'm confused about English grammar. For example, English grammar. About English grammar. And I'm doubtful about his decision. പുള്ളി തീരുമാനിച്ചിരിക്കണോ, എന്താണ് തീരുമാനം, ആ കാര്യത്തിൽ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. പുള്ളി അത് തീരുമാനിക്കോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. So you are totally doubtful about his arrival, whatever. Alright? Okay. And I'm lazy about what? I'm lazy about taking medicines. For example, മരുന്ന് കഴിക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ്. Taking medicine, taking med. It's enough, taking med. And I'm passionate about learning English or teaching English. I'm passionate about teaching. Passionate. Remember, not that. Passionate. And finally, I'm angry about its price. അതിൻ്റെ പ്രൈസിൻ്റെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര ദേഷ്യമുണ്ട്. I'm angry about its price of petrol, for example. And finally, I'm serious about learning English. So are you serious about learning English? You should be serious, alright? So I'm serious about learning English. One more thing. ഞാൻ നേരത്തെ പറഞ്ഞു ഹാപ്പി എന്ന് പറഞ്ഞാൽ സന്തോഷം ഉള്ള എന്നുള്ളതാണ്. ഇതിനൊക്കെ പറയുന്നത് ഇംഗ്ലീഷിൽ സ്റ്റേറ്റ്സ് ആണ് പറയുന്നത്. സ്റ്റേറ്റ്സ്, അവസ്ഥകൾ. സ്റ്റേറ്റ് പ്ലസ് പാർട്ട്നേഴ്സ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ദീസ് ആർ സ്റ്റേറ്റ്സ്. ഹാപ്പിനെസ് സന്തോഷമുള്ള എന്നുള്ളതാണ്. ആൻഡ് വൺ മോർ തിങ്, ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് ഈ ഇംഗ്ലീഷിൽ ഈ ഉള്ള എന്നർത്ഥം വരുന്ന അല്ലെങ്കിൽ ആയ എന്നർത്ഥം വരുന്ന എല്ലാ സ്റ്റേറ്റ്സും, ഇപ്പോൾ ഹാപ്പി, സാഡ് എല്ലാം നമ്മൾ സ്റ്റേറ്റ്സ് പ്ലസ് പാർട്ട്നേഴ്സാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം സെൻറ്റൻസിലാക്കണമെങ്കിൽ ഈസ്, ആർ, ആം, വാസ്, വെയർ ഈ അഞ്ചെണ്ണത്തിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ നിർബന്ധമായിട്ട് വേണം. ഇപ്പോൾ നോക്കൂ, എനിക്ക് സന്തോഷമുണ്ട്. നമ്മൾ മലയാളം അർത്ഥം നോക്കിയിട്ട് ഐ ഹാവ് ഹാപ്പി എന്ന് പറയാൻ പറ്റില്ല. യു ക്യാൻ ഓൺലി സേ ഐ ആം ഹാപ്പി. ക്ലിയർ? ഐ ഹാവ് ഹാപ്പി എന്നല്ല പറയാം, ഐ ആം ഹാപ്പി എന്നാണ് പറയാം. സോ ഈ ഉള്ള ആയ എന്ന അർത്ഥം വരുന്ന എല്ലാ വാക്കുകളും സെൻറ്റൻസ് ഉണ്ടാക്കണമെങ്കിൽ ഈസ്, ആർ, ആം, വാസ്, വെയർ വിശദമായിട്ട് നമ്മൾ പിന്നീട് പഠിക്കാമെങ്കിൽ പോലും ഇത് നിർബന്ധമായി മനസ്സിലാക്കണം. ആൻഡ് വൺ മോർ തിങ്,
ഈ ഈസ് ആർ ആം വാസ് വെയർ വെക്കാൻ പറ്റിയിടത്തൊക്കെ നമ്മൾ ബി വെച്ച് കൊടുക്കണം. ഫോർ എക്സാമ്പിൾ ഐ ആം ഹാപ്പി ടുഡേ ആൻഡ് ഐ വാസ് ഹാപ്പി യെസ്റ്റർഡേ ആൻഡ് ഐ വിൽ ബി ഹാപ്പി ടുമോറോ. വിൽ ബി. സോ വിൽ, ഷാൾ, ഷുഡ്, മേ, മൈ തുടങ്ങിയ എത്രയും വാക്കുകൾ വരികയാണെങ്കിൽ നിർബന്ധമായിട്ട് ബി വരണം. ഫോർ എക്സാമ്പിൾ യു മസ്റ്റ് ബി ഹാപ്പി. യു മസ്റ്റ് ഈസ് എന്ന് പറയില്ല, യു മസ്റ്റ് ബി ഹാപ്പി. നിങ്ങൾ നിർബന്ധമായിട്ട് ഹാപ്പി ആവണം. Alright, so are you happy about this session? And I hope you loved it. Anyway, thank you very much for watching this video. So learn, practice, let's learn. We are learning everything through TPR, total physical response. ആക്ഷനുമായി ലിങ്ക് ചെയ്ത് നമ്മൾ പഠിക്കുന്നത് ഇതൊരു അമേസിങ് മെത്തഡാണ്. ഇങ്ങനെ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ കൊച്ചിയിലെ ബ്രെഡ്സ് ഇംഗ്ലീഷിൻ്റെ നമ്മുടെ ലൈവ് വീഡിയോ ക്ലാസ്സുകളുണ്ട്. ഓൺലൈനായിട്ട് പഠിക്കാനാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ എടപ്പള്ളി ക്യാമ്പസിലൊന്ന് പഠിക്കാം. അതല്ലെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ 7-day റെസിഡൻഷ്യൽ ട്രെയിനിങ് സെൻ്ററാണ് നമ്മൾ. 7 ദിവസം നമ്മുടെ കൂടെ വന്ന് എൻ്റെ കൂടെ വന്ന് നിങ്ങൾക്ക് 7 ദിവസം സ്റ്റേ ചെയ്ത് പഠിക്കാം. So if you're interested, you can connect us. Anyway, thank you very much for watching this video. See you with another one. Bye-bye.